നീറ്റ് 2025 റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് 2 തരത്തിലുള്ള ഒരു കുട്ടികളുടെ വിഭാഗമാണുള്ളത്. സോ ഞാൻ ഇതിൻ്റെ മുമ്പിലുള്ള പല വീഡിയോസിലായിട്ട് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു മൈനറായിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. സോ അവരുടെ കാര്യം എന്താണ്? അവരവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസാണുള്ളത്. അവിടെ കുറേ കാലത്തിൻ്റെ അധ്വാനം, കുറേ കാലത്തിനുള്ള സ്വപ്നം, അവരുടെ കരച്ചിൽ, അവർ പോലുള്ള സ്ട്രഗിൾസൊക്കെ അവസാനം എന്താണ് ലക്ഷ്യം കണ്ടിരിക്കുകയാണ് എന്നുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സന്ദർഭമാണ് അവിടെ ഉള്ളത്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള മക്കളെ, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ വലിയൊരു കൺഗ്രാജുലേഷൻ പറയുകയാണ്. യു ഡിസേർവ് ഓൾ ദി ഹാപ്പിനെസ് എന്നുള്ളതാണ്. സോ ഈ മൊമെൻറ്റ് നിങ്ങളതാണ്. അത് അടിച്ച് പൊളിച്ച് മാക്സിമം എന്താ ചെയ്യുക, ലിവ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലോട്ട് എത്തുക എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി വേറൊരു ബിഗ്ഗറായിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഓഫ് കുട്ടികളുണ്ട്. ഇവരോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. മക്കളെ, കുറേ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ഒരു എക്സ് ആൻഡ് വൈ റീസൺ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങളുള്ളത്, അല്ലേ? അതെന്തുകൊണ്ടാണ്? ഫസ്റ്റായിട്ട് നിങ്ങളുടെ അനാലിസിസിലോട്ട് എത്തുക. എന്തുകൊണ്ടാണ് നമ്മൾ അതിലോട്ട് എത്താതെ പോയത്? കഴിഞ്ഞ കൊല്ലം എന്താണ്, എവിടെയാണ് നമുക്ക് പാളിച്ച സംഭവിച്ചിട്ടുള്ളത്? നമുക്ക് ശരിക്കും ഈ ഒരു പ്രൊഫഷനോട് അത്രയും അടങ്ങാത്തൊരു പാഷനോ ഒരു ഇഷ്ടമോ ഉണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ വളരെ പ്രോപ്പറായിട്ട് യാതൊരുവിധ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസും ഇല്ലാതെ, അല്ലേ, നിങ്ങളുടെ ഇന്ന ആൾക്കാർ ഇന്ന കാര്യം പറയുന്നു, മറ്റാൾക്കാർ ഇന്ന അങ്ങനെ പറഞ്ഞു, അങ്ങനത്തെ ഒന്നും ആലോചിക്കാതെ നിങ്ങൾ മാത്രം ഇരുന്നു കൊണ്ട് ഇതിനെ പ്രോപ്പറായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. എവിടെയാണ് നമുക്ക് അടി തെറ്റിയിട്ടുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ, എല്ലാവർക്കും കുറേ കുട്ടികൾക്കുള്ള നീറ്റിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒട്ടുമിക്ക കുട്ടികൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഡോക്ടർ ഈസ് ദ ഓൺലി പ്രൊഫഷൻ, അല്ലെ, ഡോക്ടർ മാത്രമാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റിയൊരു പ്രൊഫഷൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും എന്തല്ല മക്കളെ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരൊന്നുമല്ല. വേറൊന്ന് പറയാനുള്ളത്, വേറെ ഇഷ്ടം പോലെ കരിയർ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അത്രയും പൊട്ടൻഷ്യലോട്ട് എത്താൻ വേണ്ടി പറ്റുന്ന, അത്രയേറെ നേരത്തെ പറയുന്ന പോലെ റെസ്പെക്റ്റ് ആയാലും ഇൻകം വൈസ് ആയാലും ഒക്കെ അത്രയേറെ പൊട്ടൻഷ്യലുള്ള വേറെയും ഇഷ്ടക്കണക്കിന് കോഴ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കാം. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സെൽഫ് അനലൈസിസ് നടത്തുക. എന്തിനാണ് അനലൈസിസ് നടക്കുക? നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിലോട്ട് ഒരുപാട് പാഠങ്ങൾ നമ്മളെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ജേണി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ അതൊക്കെ എന്താ പറയുക, നമുക്ക് ഇൻ ദ ഫ്യൂച്ചർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലേ, കുറേ കാര്യങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. സോ അതിന് പ്രോപ്പറായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ ഒരു മാർക്കുണ്ട്. ഈ മാർക്ക് വെച്ച് നമുക്ക് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉള്ളതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിസർച്ച് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഒരു എക്സ് എന്ന് പറഞ്ഞ കോഴ്സ്, നിങ്ങൾ ഈ മാർക്ക് വെച്ച് നിങ്ങൾക്ക് ഒരു എക്സ് എന്ന് പറഞ്ഞ കോഴ്സ് കിട്ടാനൊരു സാധ്യതയുണ്ട്. ഫസ്റ്റ് ബേസിക്കായിട്ട് നോക്കുക, നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടോ, എന്താണ് ശരിക്കും ആ കോഴ്സിൻ്റെ ഒരു പ്രൊവിഷൻ എന്താണ്, ഓക്കെ, അതിൻ്റെ ഒരു ഭാവി എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആ കോഴ്സ് പഠിക്കുന്ന ഏറ്റവും നല്ല കോളേജാണ് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലോട്ട് എങ്ങനെ എത്താം, അതിൻ്റെ ഭാവി എന്താണ്, എന്തൊക്കെ വിധത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഞാൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയതാണ് അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തുക. അല്ലാണ്ട് ഇന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒന്നിലോട്ടും എടുത്ത് ചാടാതിരിക്കുക. സോ ടൈം എടുത്ത് വളരെ ബേസിക്കായിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ള സാധനമാണ്. ഇനി വേറൊരു, അല്ലേ, ഈ ഒരു മേജർ പ്രൊപ്പോർഷൻ തന്നെ ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നമാണ് ഡോക്ടർ ആവുക എന്ന് പറയുന്നത്. അത്രയധികം ആ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ സാധനത്തിൽ പാഷനേറ്റാണ്. അവരൊരു 5 കൊല്ലം, ഒരു 10 കൊല്ല കാലങ്ങൾക്ക് ശേഷം അവരെ തന്നെ കാണുന്ന സമയത്ത് അവർക്ക് എന്താക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഡോക്ടർ അല്ലാതെ വേറൊരു പ്രൊഫഷൻ അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കുട്ടികൾ, ഓക്കെ, ഇങ്ങനത്തെ കുട്ടികൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോയിട്ടുള്ളത്, എന്തൊക്കെ പിഴവുകളാണ് നമുക്ക് പറ്റിയിട്ടെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ തെറ്റുകൾ എനിക്ക് ഈ കൊല്ലം ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ തെറ്റുകളെ മാറ്റാൻ വേണ്ടി പറ്റുമോ, എന്നെക്കൊണ്ട് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന രീതിയിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് അത്രയേറെ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഗീവ് ഇറ്റ് അനദർ ഷോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത് ഓൾറെഡി ഡിസ്ക്ലൈമർ പറഞ്ഞു, ഡോക്ടർ ആയാലും മാത്രം സക്സസ്ഫുൾ ആയിരുന്ന സാധനം ഒന്നുമില്ല, ഇഷ്ടംപോലൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? ഇത് അത്രയേറെ സ്വപ്നമായിട്ട് കാണുന്ന, ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ മൊത്തം എന്താ പറയുക, ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ കഴിയുമെന്ന് പേടിക്കുന്ന കുട്ടിയോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ ഒരു വളരെ മൈനോറിറ്റിയായ കുട്ടിയോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ കുട്ടിയോട് ഞാൻ എന്താണ് പറയുന്നത്? കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെറ്റുകളുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് കുറേ ഉഴപ്പി, നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്തില്ല, മോക്ക് എക്സാം ട്രൈ ചെയ്തില്ല എന്ന് വളരെ പ്രോപ്പറായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ടാണ് പറ്റുന്നുണ്ട്. അത് ഈ കൊല്ലം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വാലിഡ് ആവുന്നത്. സോ എനിക്ക് ആകെ മൊത്തം പറയാനുള്ള മക്കളെ,
എന്താണ് ഇത് ഒരു എക്സാം മാത്രമാണ് അല്ലേ, നമ്മുടെ ലൈഫിലെ ഒരു എക്സാം മാത്രമാണ്, നമ്മുടെ ലൈഫിലെ വൺ ഓഫ് ദ ടേണിംഗ് പോയിൻ്റാണ്, ഫസ്റ്റത്തെ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതാണ് എന്തല്ല ലാസ്റ്റത്തെ ടേണിംഗ് പോയിൻറ്റ്. ഇനിയും ഒരുപാട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ഇവിടെ എന്താവുന്നില്ല, നമ്മൾ തോറ്റുപോയി എന്ന് നിൻ്റെ മക്കൾ വിചാരിക്കരുത്. വളരെ ക്ലീശേ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. എന്താണ്, നമ്മളെപ്പോഴാണ് മക്കളെ തോൽക്കുന്നത്? നമ്മൾ തോൽവി സമ്മതിക്കുന്ന സമയത്ത് നമ്മൾ തോൽക്കുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളത്തോളം ഇതൊക്കെ എന്താണ്, നമ്മൾ പാഠങ്ങൾ പഠിക്കുകയാണ്. സോ ആ പാഠങ്ങൾ വേണ്ട പോലെ പഠിക്കുക. അതിനാണ് ഞാൻ നേരത്തെ സെൽഫ് അനാലിസിസ് നടത്തുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സോ വേണ്ട പോലെ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ലൈഫിനെ അടിപൊളിയായിട്ട് തല ഉയർത്തി നട്ടൽ നിവർത്തി കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് കുതിച്ച് ചാടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ മക്കളെ, നമ്മുടെ DNA ഭാഗത്ത് നിന്ന് ഒരു സൂപ്പർ 30 എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. വെറും 30 കുട്ടികൾ മാത്രം എടുത്തുകൊണ്ട് ഈ കുട്ടി അത്രയും ഇൻറ്റൻസീവായിട്ടുള്ള എന്താ പറയുക കോച്ചിങ് കൊടുത്തുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവരുടെ ഏറ്റവും ടോപ്പ് മാർക്കിലോട്ടും റാങ്കിലോട്ടും എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ സെറ്റപ്പ് ആയിട്ടുള്ളത്. സോ അതിനെപ്പറ്റി അടുത്ത വീഡിയോ ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അനലൈസിസ് ഒക്കെ നടത്തുക, നമ്മളെ മാർക്കൊക്കെ വെച്ച് വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുക, അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ ആൻഡ് ദെൻ ആക്കിഫ് നാസിംഗ് സൈനിങ് ഓഫ്. ബൈ.